നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഇത് നടന്ന സംഭവമാണ്. വളരെ അത്ഭുതകരമായിട്ടൊരു സംഭവമാണ് എൻ്റെ ലൈഫിൽ നടന്നത്. വേറെ ഒന്നുമില്ല, ഈ മാസം 15-16 തീയതി ഈ ശബരിമല നട തുറക്കുന്ന സമയത്ത് എനിക്ക് ശബരിമല പോകാനൊരു ആഗ്രഹം. മുമ്പ് ഞാൻ എല്ലാ മാസവും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഈ സ്ത്രീകൾ കയറിയ പിന്നെ ഞാൻ ശബരിമല പോക്ക് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ യാത്രയിലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് പറയണം, അച്ഛൻ ഞാൻ ഇപ്പോൾ വ്രതമാണ്, എനിക്ക് ശബരിമലയിൽ പോകണം. അപ്പോൾ എനിക്കൊരു മാലയും ചുട്ടിയും വാങ്ങിച്ച് വെച്ചിങ്ങനെ ഞാൻ വെളുപ്പിനെത്തിയിട്ട് ഞാൻ പോയി ഇടാം. ഓ ശരി മക്കളെ, ഞാൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അങ്ങനെ ഞാൻ വെളുപ്പിനെത്തിയാണ്. എത്തിയിട്ട് ഞാൻ മാല നോക്കിക്കോട്ടെ, ദൈവം അല്ലെങ്കിൽ ആ പവർ വിചാരിച്ചിടത്തേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ മാലയുടെ ചുട്ടി നോക്കുന്ന സമയത്ത് അയ്യപ്പൻ്റെ മുദ്രയില്ല, പകരം മഹാദേവൻ്റെയും ദേവിയുടെയും ചുട്ടി. അപ്പോൾ ഇത് വാങ്ങിച്ചതല്ലേ. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു, പൂജിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ പോറ്റി എൻ്റെ അത് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോകാനാണ് മാല ഇടുന്നത്? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മൂകാംബിക എന്നത് സംഭവം. ചുട്ടിയിൽ മഹാദേവൻ്റെയും അപ്പുറത്ത് ദേവിയുടെയും ഫോട്ടോ. എനിക്ക് സംശയം ഞാൻ കാണിച്ചത് നടന്ന സംഭവം ഇതാണ്. മഹാദേവൻ ഇത് കണ്ട ദേവി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ച് നാളായിട്ട് മൂകാംബിക ഞാൻ എല്ലാ മാസവും വർഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓണത്തിനും പോയി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ദേവിയെ സ്വപ്നം കാണുന്നുണ്ട്. ഒരുപാട് പേര്, അതായത് ഞാൻ നോക്കുന്ന വീഡിയോകൾ മൊത്തം ദേവി മഹാത്മ്യവും മൂകാംബിക ദേവിയെക്കുറിച്ചുള്ള വീഡിയോസ് മാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും വ്രതം തന്നെയാണ്, 41 ദിവസം വ്രതം എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ആദ്യം മൂകാംബിക പോവാം, പിന്നെ ശബരിമല പോകണമെങ്കിൽ പമ്പയിൽ നിന്ന് നമുക്ക് കെട്ടി അവിടുന്ന് അയ്യപ്പനെ മുദ്ര അണിഞ്ഞ് പോകാമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എവിടെയൊക്കെ നിൽക്കണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, എല്ലാം ദൈവം എന്നൊരാൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യണം, അത് നമ്മൾ മനുഷ്യനാണ്. അപ്പം ഇതൊക്കെ ഓരോ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ ചുട്ടി മാറേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ആ കടക്കാരനത്ത് പറഞ്ഞ് ശബരിമല പോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്. ഈ മുദ്ര, അയ്യപ്പൻ്റെ മുദ്ര വേണം. അപ്പോൾ ആ മുദ്ര മാറി ഈ ചുട്ടി വന്നു. അതാണ് ഒരു ദൈവ നിയോഗം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ കൂട്ടുകാരെ.